ഈ ഡിയ സിന്ദഗി സിനിമയിൽ ആലിയ ഭട്ട് അവതരിപ്പിച്ച കഥാപാത്രം ഖൈറ എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഓരോ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ അവരുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ബായ് പറയാണ്. ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനുള്ള പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷെ അവർ എന്തോ ഒരു പേടി കൊണ്ട് ആ റിലേഷൻഷിപ്പിൻ്റെ അടുത്ത് എൻഡ് ചെയ്യാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇങ്ങനത്തെ ഒരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട്. ചിലർ ഈ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സിലേക്ക് ചാടുന്നത് കംപ്ലീറ്റ്ലി ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ഓൾ ടുഗദർ. ഇവർക്കൊരിക്കലും ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് നിൽക്കാൻ പറ്റില്ല. ഈ ഒരു പ്രണയം അവസാനിപ്പിക്കുമ്പോഴേ ഒരു പാർട്ട്ണറിനെ കൊല്ലാനുള്ള ഒരു മനസ്സ് എങ്ങനെയാണ് മറ്റൊരാൾക്ക് വരുന്നത്? അല്ലെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് അത്രമാത്രം ഒരു വയലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? പൊതുവേ ഇത് ആൺകുട്ടികളാണ് കണ്ടുവരുന്നത്. കാര്യം നമ്മൾ ഒത്തിരി കേസുകൾ കണ്ടു. പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, വിഷം കൊടുക്കുന്നു, ആസിഡ് ഒഴിക്കുന്നു. അതായത് എൻ്റെ കൂടെ ഇന്ന് നിന്ന ആ കുട്ടി നാളെ മറ്റൊരു പുരുഷൻ്റെ കൂടെ അല്ലെങ്കിൽ സ്ത്രീയുടെ കൂടെ നിൽക്കാൻ ഞാൻ കാണാൻ തയ്യാറല്ല. ആ ഒരു ഇവൻറ്റ് എത്താതിരിക്കാൻ വേണ്ടി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആ വ്യക്തിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഒരു സ്വിമ്മിംഗ് പൂളിലോ കടലിലോ വെള്ളത്തിലോ നമ്മൾ എത്ര ബോളിനെ താഴേക്ക് തള്ളി നിൽക്കിയാലും നമ്മൾ തള്ളി നിൽക്കുന്ന അതേ ഫോഴ്സോടെ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി ഫോഴ്സ് ബോൾ തിരിച്ചു വരും. പക്ഷെ എന്നാൽ ആ ബോളിനെ വെള്ളത്തിൻ്റെ മുകളിൽ നമ്മളൊന്ന് ഇടുക, ഡോണ്ട് അപ്ലൈ എനി ഫോഴ്സ്, ജസ്റ്റ് പുട്ട് ഇറ്റ് ദെയർ, അക്സെപ്റ്റ് ഇറ്റ്. നമുക്ക് കാണാൻ ബോളിനൊക്കെ ബാലൻസ് ഉണ്ടോ? ലൈഫും അങ്ങനെയാണ്. നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്യാൻ നോക്കുന്നു അത്രയും ലൈഫ് തിരിച്ചടിച്ചുകൊണ്ടിരിക്കും. ഈ ഡിയ സിന്ദഗി സിനിമയിൽ ആലിയ ഭട്ട് അവതരിപ്പിച്ച കഥാപാത്രം ഖൈറ എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഓരോ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ അവരുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ബായ് പറയാണ്. ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനുള്ള പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷെ അവർ എന്തോ ഒരു പേടി കൊണ്ട് ആ റിലേഷൻഷിപ്പിൻ്റെ അടുത്ത് എൻഡ് ചെയ്യാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇങ്ങനത്തെ ഒരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട്. ചിലർ ഈ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സിലേക്ക് ചാടുന്നത് കംപ്ലീറ്റ്ലി ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ഓൾ ടുഗദർ. ചില വ്യക്തികൾക്ക് ഈ വാലിഡേഷൻ സീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ ഇവർക്കൊരിക്കലും ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് നിൽക്കാൻ പറ്റില്ല. അവരൊരു റിലേഷൻഷിപ്പ് നിൽക്കുമ്പം അവർക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഞാൻ സീക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ടും വാലിഡേഷൻ അത് കിട്ടാത്തപ്പം നാച്ചുറലി ദേ വിൽ ജമ്പ്. അപ്പം അവരടുത്ത റിലേഷൻഷിപ്പിലേക്ക് ജമ്പ് ചെയ്തില്ലേ അവർക്ക് പറ്റും. അപ്പം ചിലർ ഇതിനൊരു ടൂളായിട്ട് യൂസ് ചെയ്യും. അതായത് ഞാൻ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് ചാടണമെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എനിക്ക് എന്തെങ്കിലും പറഞ്ഞത് ക്ലോസ് ചെയ്തല്ലേ പറ്റും. സോ ആ ഒരു ടെൻഡൻസി ചിലർ ദേ വിൽ കീപ് ജമ്പിങ്. മറ്റ് ചിലർ ഇപ്പം നമ്മൾ ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് അറ്റാച്ചായി നിൽക്കുന്ന രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ചിലർ ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം ചില റിലേഷൻഷിപ്സിൽ ചില വ്യക്തികൾ ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പാർട്ട്ണറോട് അമിതമായിട്ട് ക്ലിങ് ചെയ്ത് നിൽക്കാൻ നോക്കും. ഈ ചെറുപ്പം തൊട്ടേ ട്രോമാറ്റിക് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ വളരെ ലോ സെൽഫ് എസ്റ്റീം സെൽഫ് വർത്ത് ഉള്ള വ്യക്തികൾ അവരുടെ റിലേഷൻഷിപ്പിൽ അവരുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് അമിതമായിട്ട് ക്ലിങ് ചെയ്ത് നിൽക്കാൻ നോക്കും. എൻ്റെ ലൈഫിൻ്റെ എല്ലാം എൻ്റെ പാർട്ട്ണറാണ്, എൻ്റെ പാർട്ട്ണർ അല്ലാതെ എനിക്കൊന്നുമില്ല എന്ന് തിങ്ക് ചെയ്ത് പാർട്ട്ണറിനെ അവരുടെ എല്ലാമായി വെക്കും. എന്നാൽ മറ്റു ചിലരുണ്ട് അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ളവരുണ്ട്. അതായത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, പക്ഷെ എൻ്റെ കംഫർട്ട് സോണിൽ കയറി വരില്ല. അതായത് മാറി നിന്നു, എന്നെ സ്നേഹിച്ചോ പക്ഷെ മാറി നിൽക്കണം. എൻ്റെ കംഫർട്ട് സോണിൽ വന്നാൽ ഞാൻ നിങ്ങളെ പുഷ് ചെയ്ത് പുറത്തു കൊണ്ടുപോകും. അങ്ങനെ തിങ്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുകാരും അവരുടെ റിലേഷൻഷിപ്സും പൊതുവേ സ്റ്റഡി ആവില്ല. ആങ്ഷ്യസുകാരുടെയും സ്റ്റഡി അല്ല. അപ്പം ഇങ്ങനത്തെ പല റിലേഷൻഷിപ്പ് ചാടുന്ന വ്യക്തികളെ നമുക്കിത് ഏത് രീതിയിലും കാണാം. നമ്മൾ ആ ഒരു വ്യക്തി സെഷൻസിന് വരുമ്പം അവരെക്കുറിച്ചും അവരുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ചും അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റൈലുകളെ കുറച്ചുകൂടെ മനസ്സിലാവുമ്പോഴാണ് എക്സാക്ട്ലി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിലേക്ക് ചാടുന്നൊരു വ്യക്തിയെ നമ്മൾ നോർമലി കണ്ടാൽ നമുക്ക് തോന്നുക ഈ ചാടുമ്പം ഈ വ്യക്തി എന്തോ സീക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടാതെ വരുമ്പോഴാണല്ലോ ഞാൻ അന്വേഷിച്ച് നടക്കുന്നത്. എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പിൽ എനിക്ക് എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ജമ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇറ്റ് മീൻസ് ദാറ്റ് ഐ എം നോട്ട് ഗെറ്റിംഗ് സംതിങ് ഇൻ ഓൾ ഓഫ് ദിസ് റിലേഷൻഷിപ്പ്. അപ്പം അത് കിട്ടുന്നതിനും വരെ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ ദിസ് ഈസ് ആസ് എ സ്പെസിഫിക് കേസ്. ഈ ഒരു പ്രണയം അവസാനിപ്പിക്കുമ്പോഴേ ഒരു പാർട്ട്ണറിനെ കൊല്ലാനുള്ള ഒരു മനസ്സ് എങ്ങനെയാണ് മറ്റൊരാൾക്ക് വരുന്നത്? അല്ലെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് അത്രമാത്രം ഒരു വയലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ഈ ഒരു കേസ് നമ്മൾ നോക്കുമ്പം നമ്മൾ ഈ റിലേഷൻഷിപ്സിൽ ഈ പൊസസീവ്നെസ് കാണാം. അതായത് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പാർട്ട്ണർ എൻ്റേത് മാത്രമാണ്. അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനോ
അല്ലെങ്കിൽ ഇവൻ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്താൽ പോലും ആ ആൾ നാളെ മറ്റൊരാളുടെ കൂടെ നിൽക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കില്ല. അത് എനിക്ക് വളരെ പെയിൻഫുൾ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ആ ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ എന്നെ എങ്ങനെ സ്വയം രക്ഷിക്കുന്നത്? എൻ്റെ പാർട്ട്ണറെ ഇല്ലാതാക്കും. അതായത് എൻ്റെ കൂടെ നിൽക്കുന്ന, ഇപ്പം പൊതുവേ ഇത് ആൺകുട്ടികളാണ് കണ്ടുവരുന്നത്. കാര്യം നമ്മൾ ഒത്തിരി കേസുകൾ കണ്ടു. പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, വിഷം കൊടുക്കുന്നു, ആസിഡ് ഒഴിക്കുന്നു. അതായത് എൻ്റെ കൂടെ ഇന്ന് നിന്ന ആ കുട്ടി നാളെ മറ്റൊരു പുരുഷൻ്റെ കൂടെ അല്ലെങ്കിൽ സ്ത്രീയുടെ കൂടെ നിൽക്കാൻ ഞാൻ കാണാൻ തയ്യാറല്ല. ആ ഒരു ഇവൻ്റ് എത്താതിരിക്കാൻ വേണ്ടി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഫീസിബിളായിട്ടുള്ളൊരു ഓപ്ഷൻ ആ വ്യക്തിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി അവർ ഈ സ്റ്റെപ്പുകളൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കേണ്ടത്, ഇവർ നോക്കുന്നത് എൻ്റെ ലൈഫിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. എൻ്റെ ലൈഫ് പൂർത്തീകരിക്കണമെങ്കിൽ ആ വ്യക്തി വേണം എന്നുള്ള കൺസെപ്റ്റാണ് അവർക്ക്. അപ്പം എൻ്റെ ലൈഫിൻ്റെ എല്ലാമെല്ലാമായ ആ കുട്ടി എൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകും. നാളെ എനിക്ക് അവിടെ ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അതൊരു കംപ്ലീറ്റ്ലി ഒരു ഡിസോറിയൻറ്റഡ് മെക്കാനിസമാണത്. അതിന് 100 ഇഷ്യൂസ് ഉണ്ടാവാം. അത് പലപ്പോഴും അവർ വീണ്ടും ഞാൻ പറഞ്ഞ പോലെ അവരുടെ ചൈൽഡ്ഹുഡ് ഇഷ്യൂസും മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട് അവിടെ. സോ ഇങ്ങനത്തെ കേസുകളിൽ നമ്മളിങ്ങനെ വ്യക്തികളെ നമ്മൾ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയും വി റിയലി ഹാവ് ടു ടോക്ക് ടു ദം. ഇപ്പോൾ ഒരു കുറച്ച് കൂടി വരുന്നുണ്ടത്. ഞാനും ഹാൻഡിൽ ചെയ്യുന്ന പല കേസുകളിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം ചിലരൊക്കെ ഇപ്പം ഞാൻ ഇഷ്ടപ്പെടുന്ന പാർട്ട്ണറിൻ്റെ ഞാൻ ആളോട്ടൊരു ഫൈറ്റ് ആയി കഴിഞ്ഞാൽ ആളുടെ ഇൻറ്റിമേറ്റ് ഫോട്ടോസോ വീഡിയോസൊക്കെ ഉള്ളത് ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫാമിലിയെ കൊണ്ട് കാണിച്ചു കൊടുക്കുക. വിച്ച് ക്ലിയർലി മീൻസ് ദാറ്റ് ഞാൻ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ആൾക്കൊരു എക്സിസ്റ്റൻസിൻ്റെ ആവശ്യം അവിടെ ഇല്ല. നീ എൻ്റെതല്ലെങ്കിൽ നീ മറ്റൊരാളുടെ ആകണ്ട. സോ നീ മറ്റൊരാളുടെ ആകാതിരിക്കാൻ വേണ്ടി ഏതൊരു രീതിയിൽ ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ നോക്കും. സോ അവിടെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദാറ്റ് ഗേൾ, ഇറ്റ് ഈസ് അബൌട്ട് മീ. അതെൻ്റെ വീക്ക്നെസ്സാണ്. എന്താണ് ഈ സെൽഫ് ലവ്? ഇപ്പം നമ്മൾ ഒരുപാടായി കേൾക്കുന്ന ഒരു വാക്കാണ് സെൽഫ് ലവ് എന്നുള്ളത്. എന്താണ് ഈ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ വരുമ്പോൾ എന്താണ് സെൽഫ് ലവ്? അല്ലെങ്കിൽ ഒരു മനുഷ്യന് സെൽഫ് ലവ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം? സെൽഫ് ലവ് ഇന്ന് കുറച്ചുകൂടെ വളരെ വൈഡ് സ്പ്രെഡായിട്ട് കേൾക്കുന്നുണ്ട്. സെൽഫ് ലവ്, സെൽഫ് കമ്പാഷൻ എന്നൊക്കെ പറയും. നമ്മളെ സ്വയം അക്സെപ്റ്റ് ചെയ്യുകയും നമ്മൾ ആരാണോ ആ എന്നെ തന്നെ ഞാൻ അംഗീകരിക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അതിന് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നമുക്കെപ്പോഴും സ്വയം അക്സെപ്റ്റ് ചെയ്യുകയും സ്വയം സ്നേഹിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഏതൊരു റിലീജിയൻ എടുത്ത് നോക്കിയാലും എല്ലാവരും ടു ലവ് യുവർ സെൽഫ് എന്ന് പറയുന്നു. സോ ആദ്യം ഞാൻ എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മളിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കേസുകൾ പറഞ്ഞു. ദ പേഴ്സൺ ഇസ് നോട്ട് റെഡി ടു അക്സെപ്റ്റ് ഹിംസെൽഫ്. അപ്പം എനിക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ ആരാണോ ഐ എം നോട്ട് റെഡി ടു അക്സെപ്റ്റ് മീ ഇൻ ദ സിറ്റുവേഷൻ. ഐ എം നോട്ട് ഹാപ്പി വിത്ത് മൈ സെൽഫ് ഹിയർ. സോ അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും മറ്റൊരു വ്യക്തിയുമായിട്ട് ഹാപ്പി ആവില്ല. സെൽഫ് ലവ് എന്ന് പറയുന്നത് ലൈഫിൽ എന്തോ ആകട്ടെ, എന്ത് സിറ്റുവേഷനും ആകട്ടെ, ഐ ആം മൈ സെൽഫ്. ഈ സിറ്റുവേഷൻസ് ഒക്കെ എൻ്റെ ലൈഫിൽ എന്ത് നടന്നാലും, നല്ലത് നടന്ന നല്ലതിനും തിന്മ നടന്നാലും അതെനിക്കൊരു പാഠമാണ്. എല്ലാം എനിക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. അങ്ങനെ ചിന്തിക്കുമ്പം ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി സെൽഫ് ലവ്. സോ സിറ്റുവേഷൻ എന്തോ ആകട്ടെ, ഐ ആം മൈ സെൽഫ് ആൻഡ് നത്തിങ് ക്യാൻ ചേഞ്ച് മീ ഫോർ ബാഡ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് എല്ലാവരും വന്നാൽ വ്യക്തികളും നന്നാവും, സമൂഹവും നന്നാവും. സോ സെൽഫ് ലവ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന അക്സെപ്റ്റൻസിലൂടെ, അക്സെപ്റ്റ് വാട്ട് യു ആർ. ഇന്നത്തെ ആധുനിക സൈക്കോതെറാപ്പികളൊക്കെയും ആദ്യകാലത്തെ സൈക്കോതെറാപ്പി വാസ് ലൈക്ക് ഫോഴ്സ്ഫുള്ളി ചേഞ്ചിങ് പീപ്പിൾ. നമ്മുടെ അടുത്ത് ക്ലയൻസ് വന്നാൽ നമ്മൾ അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സിന് മാറ്റുക, കുറച്ച് ഫോഴ്സ് യൂസ് ചെയ്താണെങ്കിലും വി യൂസ് ടു ഡു ദാറ്റ്. അപ്പോൾ ആധുനിക തെറാപ്പികളെല്ലാം പഠിപ്പിക്കുന്ന അക്സെപ്റ്റൻസാണ്. അക്സെപ്റ്റ് വാട്ട് ഐ ആം, ദെൻ തിങ്സ് വിൽ ബി ബാലൻസ്ഡ്. ഇപ്പം നമ്മൾ ക്ലയൻസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റോറി ഉണ്ട്. നമ്മൾ ഒരു സ്വിമ്മിംഗ് പൂളിലോ കടലിലോ വെള്ളത്തിലോ നമ്മൾ എത്ര ബോളിനെ താഴേക്ക് തള്ളി നിൽക്കിയാലും നമ്മൾ തള്ളി നിൽക്കുന്ന അതേ ഫോഴ്സോടെ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി ഫോഴ്സ് ബോൾ തിരിച്ചു വരും. യു കനോട്ട് ഫോഴ്സ് യുവർ സെൽഫ് ഇൻ ദിസ് ലൈഫ്. പക്ഷെ എന്നാൽ ആ ബോളിനെ വെള്ളത്തിൻ്റെ മുകളിൽ നമ്മളൊന്ന് ഇടുക, ഡോണ്ട് അപ്ലൈ എനി ഫോഴ്സ്, ജസ്റ്റ് പുട്ട് ഇറ്റ് ദർ, അക്സെപ്റ്റ് ഇറ്റ്. നമുക്ക് കാണാൻ ബോളിനൊക്കെ ബാലൻസ് ഉണ്ടോ. ലൈഫും അങ്ങനെയാണ്. നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്യാൻ നോക്കുന്നു അത്രയും ലൈഫ് തിരിച്ചടിച്ചുകൊണ്ടിരിക്കും. ജസ്റ്റ് ബി വെർ യു ആർ, ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. നമ്മുടെ ലൈഫിനെയും സ്ട്രഗിൾസിനെയും ഒക്കെ നമ്മളുടെ ഉള്ളിലൂടെ
കടന്നു പോകാനൊന്ന് ഹെൽപ്പ് ചെയ്യുമോ? ലെറ്റ് ദം പാസ് ത്രൂ. ദാറ്റ് ഈസ് സെൽഫ് ലവ്. ഈ ചില മനുഷ്യരുണ്ട്, അവർ ജീവിതം ഭയങ്കര ഹാപ്പി ആയിരിക്കും, പ്രസൻറ്റിലെ ജീവിതം ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ജീവിതമായിരിക്കും, അവരാഗ്രഹിക്കുന്ന എല്ലാം അവർക്കുണ്ടാവും. പക്ഷെ ചില സമയങ്ങളെങ്കിലും അവരവരുടെ പാസ്റ്റ് ഓർത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. പാസ്റ്റിൽ ചിലപ്പോൾ അവരുടെ ഭയങ്കര ഒരു മോശം പാസ്റ്റ് ആയിരിക്കാം. ആ പാസ്റ്റിനെ ഓർത്ത് ആ പാസ്റ്റ് വീണ്ടും എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിലേക്ക് വരുമോ എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ആ ഒരു പ്രസൻറ്റ് ലൈഫ് പോലും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവരുടെ ലൈഫ് ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ ഇവരാണെങ്കിൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാതെ ആ പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കുക. അതെന്തുകൊണ്ടാണ്? നമ്മൾ നോർമൽ ഹ്യൂമൻ ടെൻഡൻസിയാണ്. നമ്മൾ പാസ്റ്റ് മാത്രമല്ല ഫ്യൂച്ചറിലും കുടുങ്ങി കിടക്കുന്നുണ്ട്. മനുഷ്യരെല്ലാവരും ഒന്നിൽ പാസ്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കുടുങ്ങി കിടക്കുന്നവരാണ്. ആരും പ്രസൻറ്റ് മൊമെൻറ്റ് ജീവിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ ഫിലോസഫികളൊക്കെ പറയുന്നത് യു ഹാവ് ടു ലീവ് പ്രസൻറ്റ്. കാര്യം നമ്മുടെ കയ്യിലുള്ളത് പ്രസൻറ്റ് മൊമെൻറ്റ് മാത്രമാണ്. ഇപ്പം ഞാനെന്ന വ്യക്തി എൻ്റെ പ്രസൻറ്റാണ്. എൻ്റെ ഐഡൻറ്റിറ്റി ഇപ്പം ഈ നിമിഷം നിൽക്കുന്ന ഞാനാണ്. മൈ ഐഡൻറ്റിറ്റി ഈസ് മൈ പ്രസൻറ്റ് മൊമെൻറ്റ്, നോട്ട് മൈ പാസ്റ്റ്, നോട്ട് മൈ ഫ്യൂച്ചർ. എന്നാൽ ആളുകളെല്ലാം ഒന്നി പാസ്റ്റിൻ്റെ ഫിയറിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൻ്റെ ആങ്സൈറ്റിയിൽ നിൽക്കും. എൻ്റെ ലൈഫിലൊരു കഴിഞ്ഞ കാര്യം എന്തോ സംഭവിച്ചു, അതിനെ റിപ്പീറ്റ് ചെയ്യും. അപ്പം കഴിഞ്ഞ കാര്യം എന്തോ സംഭവിച്ചു എന്നുള്ളത് പാസ്റ്റിലെ ഫിയറും, അതിന് റിപ്പീറ്റ് ചെയ്യും എന്നുള്ളത് ഫ്യൂച്ചർ ആങ്സൈറ്റിയും. അപ്പം ഞാനിപ്പം പാസ്റ്റിൽ നിന്ന് ഫ്യൂച്ചറിൽ നിന്നു, പ്രസൻറ്റ് നിന്നില്ല. പ്രസൻറ്റ് നിൽക്കാൻ ഇനിയൊന്നും ബാക്കിയില്ലല്ലോ. അപ്പം മനുഷ്യരെല്ലാവരും പാസ്റ്റിലെ ഫ്യൂച്ചറിൽ നിൽക്കുന്നവരാണ്. അപ്പം അതിൻ്റെ പുറയിലത്തെ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ തിങ്ക് ചെയ്യുന്നത് പാസ്റ്റും ഫ്യൂച്ചറുമാണ് നമ്മുടെ കൺട്രോളുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു വി ലൈക്ക് ടു ബി ഇൻ കൺട്രോൾ. ഹ്യൂമൻ ടെൻഡൻസിയാണ് കൺട്രോളിൽ നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളതിനെ നമ്മുടെ കൺട്രോളിൽ നിർത്തുക എന്നുള്ളത് നമ്മുടെ ടെൻഡൻസിയാണ്. അപ്പം നമ്മളെന്താ തിങ്ക് ചെയ്യുന്നത്? പാസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ മൈൻഡിലാണ്. സോ വാട്ട് എവർ ഈസ് ഇൻ മൈ മൈൻഡ് ഐ ക്യാൻ കൺട്രോൾ. ഫ്യൂച്ചർ എന്ന് പറയുന്നത് എൻ്റെ മൈൻഡിലാണ്. അപ്പം അഗെയിൻ ഐ ക്യാൻ കൺട്രോൾ ഇറ്റ്. ഐ ക്യാൻ ബെൻഡ് ദ ഫ്യൂച്ചർ എന്ന് മനുഷ്യർ ചിന്തിക്കുന്നു. പ്രസൻറ്റ് മൊമെൻറ്റ് എൻ്റെ കൺട്രോളല്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. സോ വാട്ട് എവർ ഈസ് ഹാപ്പനിങ് നൗ ഈസ് നോട്ട് ഇൻ മൈ കൺട്രോൾ എന്നാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ ഫിലോസഫി അല്ലെങ്കിൽ ഈസ്റ്റേൺ സൈക്കോളജി പഠിച്ചാൽ മനസ്സിലാവുന്നത് പ്രസൻറ്റ് മൊമെൻറ്റ് മാത്രമേ കൺട്രോളുള്ളൂ. യുവർ പാസ്റ്റ് ഇസ് നോട്ട് ഇൻ യുവർ കൺട്രോൾ, കാര്യം ഇറ്റ് ഇസ് ഗോൺ. യുവർ ഫ്യൂച്ചർ ഇസ് നോട്ട് ഇൻ യുവർ കൺട്രോൾ ബിക്കോസ് ഇറ്റ് ഹാസ് നോട്ട് ഹാപ്പൻഡ്. ആകെ നിങ്ങളുടെ കൺട്രോളുള്ള ഈ പ്രസൻറ്റ് മൊമെൻറ്റ്. സോ നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്താണോ റിയാലിറ്റി എന്നോ രണ്ടിടത്താണ് നിൽക്കുന്നത്. ഇതാണ് ഈ ആധുനിക മനുഷ്യർക്ക് പറ്റുന്നത്. സോ നമ്മുടെ കൺട്രോൾ പ്രസൻറ്റിൽ മാത്രമാണ്. സോ ഈ മൈൻഡ്ഫുൾനെസ് പോലത്തെ തെറാപ്പികൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് പോലെയല്ല റിയാലിറ്റി. ബി ഹിയർ, ബി നൗ, ബിക്കോസ് വാട്ട് യു ക്യാൻ കൺട്രോൾ ഈസ് ഓൺലി ദ നൗ. ഫർഗെറ്റ് ദ പാസ്റ്റ്, ഫർഗെറ്റ് ദ ഫ്യൂച്ചർ. ദിസ് ഡിസൈഡ്സ് ഹൂ യു ആർ. ലീവ് നൗ. ഒരു മനുഷ്യൻ സന്തോഷമായി ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ ഫസ്റ്റ് ഈസ് ആസ് ഐ മെൻഷൻഡ് ആക്സെപ്റ്റ് വാട്ട് യു ആർ, ആക്സെപ്റ്റ് അതേഴ്സ്. ഇപ്പം പല മെൻ്റൽ ഡിസോർഡർ എസ്പെഷ്യലി ഡിപ്രഷനൊക്കെ ഉള്ള വ്യക്തികൾ ദേ ഹാവ് എൻ ഇഷ്യൂ വിത്ത് ദംസെൽഫ്, ദേ ഹാവ് എൻ ഇഷ്യൂ വിത്ത് അതേഴ്സ്, ദേ ഹാവ് എൻ ഇഷ്യൂ വിത്ത് ദ ഫ്യൂച്ചർ. മനുഷ്യരുടെ വ്യാകുലതകളെല്ലാം അവിടെ തന്നെയാണ്. എന്നെക്കുറിച്ച് എനിക്കൊരു ഡിസ്റ്റോർട്ടഡ് ഇമേജാണ്, മറ്റുള്ളവരെക്കുറിച്ച് എനിക്കൊരു ഡിസ്റ്റോർട്ടഡ് ഇമേജാണ്, ഭാവിയെക്കുറിച്ച് വ്യാകുലതയാണ്. സോ മനുഷ്യരുടെ ഒട്ടുമിക്ക പ്രോബ്ലംസ് അവിടെയാണ് കിടക്കുന്നത്. സോ ഇഫ് ഐ ഹാവ് ടു ബി ഹാപ്പി, ഞാൻ പറഞ്ഞതുപോലെയാണ് അലോ ലൈഫ് ടു ഫ്ലോ ത്രൂ. അപ്പോൾ ഹീലിംഗ് എന്ന പ്രോസസ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ പൊതുവേ നമ്മളൊക്കെ തിങ്ക് ചെയ്യുന്നത് ഹീലിംഗ് എന്ന് വെച്ചാൽ ഒരു ഉടഞ്ഞു പോയ ഒരു ഗ്ലാസ്സിനെ തിരിച്ചൊട്ടിക്കുക എന്നുള്ളത്. ഹീലിംഗ് ഈസ് സ്റ്റിക്കിംഗ് ടുഗദർ ഷാറ്റർഡ് ഗ്ലാസ്. പക്ഷേ ഹീലിംഗ് അങ്ങനെയല്ല. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹീൽ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വേർഡാണ്, ഹീലിയോസ്. ഹീലിയോസ് എന്ന് പറഞ്ഞാൽ കം ബാക്ക് ടു ദ ഹോൾ. ഇപ്പം മുറിഞ്ഞു പോയ ഭാഗങ്ങൾ തിരിച്ച് വി ആർ ബ്രിങ്ങിങ് ഇറ്റ് ബാക്ക് ആസ് എ ഹോൾ. അതായത് ഹീലിംഗ് എന്ന പ്രോസസ്സ് നമ്മൾ നോക്കിയാൽ, ഇപ്പോൾ നമ്മളൊരു ആപ്പിൾ എടുത്താൽ ആപ്പിൾ കടിച്ചു, സോ വി ആർ റിസ്റ്റോറിങ് ഇറ്റ് ബാക്ക് ടു ദ സെയിം ആപ്പിൾ. മനസ്സിലായി? അപ്പം നമ്മളതിനെ ആ ഒരു പൂർണ്ണ ആപ്പിൾ എന്നൊരു അല്ലെങ്കിൽ പൂർണ്ണ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഹീലിംഗ് എന്ന് പറയുന്നത്. മനുഷ്യരെ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഹീലിങ്ങിലൂടെ ആ വ്യക്തിയുടെ ഒത്തൻറ്റിക് സെൽഫിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. നമുക്കെല്ലാവർക്കും ഒരു ഓത്തൻറ്റിക് സെൽഫുണ്ട്. നമ്മൾ ജീവിക്കുന്നു, നമുക്ക് മനസ്സിലൊരു പെർഫെക്റ്റ് ഹ്യൂമൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റുണ്ട്. അതായത് ഞാൻ എന്ന വ്യക്തിയുടെ ഏറ്റവും ഐഡിയലൈസ്ഡ് ഏറ്റവും പെർഫെക്റ്റ് വെർഷൻ ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ട്.
അപ്പം ഞാൻ എൻ്റെ ലൈഫിലൂടെ ഞാൻ ആ വ്യക്തിയിലേക്ക് ആകാൻ എപ്പോഴും ശ്രമിക്കുന്നത്. നമ്മളൊരു കാര്യം ചിന്തിക്കണം, മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ള ആൾക്കാരും ശ്രമിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പം നാർസിസ്റ്റോ ബോർഡർ ലൈനോ OCDയോ എന്തും ഏതൊരു ഡിസോർഡർ എടുത്താലും അവരെപ്പോഴും ദേ ആർ ട്രൈങ് ടു കം ബാക്ക് ടു ദ നോർമൽ. പക്ഷേ അവരുടെ ആ ട്രൈങ് പ്രോസസ്സ് നമുക്ക് ഡിസ്റ്റോർഡ് ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ബോർഡർ ലൈനുള്ള വ്യക്തി അവരുടെ ഈ വെൻഡിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിവിയറാണ്. അവരെന്തിനാണ് വെൻഡ് ഔട്ട് ചെയ്യുന്നത്? ബിക്കോസ് ദേ വാണ്ട് ടു ഫീൽ നോർമൽ. നാർസിസ്റ്റുകൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ അവരെ ആരാധിക്കണം ചിന്തിക്കുന്നത്? ബിക്കോസ് ദേ വാണ്ട് ടു ഫീൽ നോർമൽ. എവറി മെൻ്റൽ ഡിസോർഡർ പീപ്പിൾ ഹു ഹാവ് ഇറ്റ് തിങ്ക് ദാറ്റ് ഐ വാണ്ട് ടു കം ബാക്ക് ടു നോർമൽ. അപ്പം മനുഷ്യരെപ്പോഴും ശ്രമിക്കുന്നത് ഏറ്റവും ഒത്തൻറ്റിക്കായിട്ടുള്ള എൻ്റെ സെൽഫിലേക്കുള്ള എൻ്റെ പ്രയാണമാണ്. അപ്പം ഹീലിംഗ് പ്രോസസ്സ് തന്നെ സ്പീഡപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ നമുക്കെങ്ങനെ ഹൗ ക്യാൻ വി ബി ഹാപ്പി എന്ന് ചിന്തിച്ചാൽ സ്വിച്ച് ഓഫ് ദ സ്ട്രഗിൾ സ്വിച്ച് എന്ന് ഞാൻ പറയും. നമ്മുടെ ലൈഫിലൊരു സ്ട്രഗിൾ സ്വിച്ച് ഉണ്ട്. നമുക്ക് മെൻ്റലി അതിനെ വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മളെല്ലാത്തിലും സ്ട്രഗിൾ ചെയ്യാൻ നോക്കണം. എൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിൽ, എൻ്റെ ഫാമിലി, എൻ്റെ റിലേഷൻഷിപ്പ്, എൻ്റെ ജോബ്, ലൈഫ് എപ്പോഴും ഒരു സ്ട്രഗിളാണെന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നത്. സ്ട്രഗിൾ ചെയ്തെങ്കിൽ മാത്രമേ എനിക്കൊരു കാര്യം കിട്ടൂ എന്ന് നമ്മൾ ചിന്തിക്കും. വി ഓൾവേസ് തിങ്ക് ദാറ്റ് ഹാർഡ് വർക്ക് ചെയ്തവർക്കേ പൈസ ഉള്ളൂ, കഷ്ടപ്പെടുന്നവർക്കേ റിവാർഡുള്ളൂ. കാര്യം നമ്മൾ സ്ട്രഗിളിനെ ഭയങ്കരമായിട്ട് ഐഡലൈസ് ചെയ്യുന്നുണ്ട്. സ്ട്രഗിൾസ് ഉണ്ട്, സ്ട്രഗിൾസ് പാർട്ട് ഓഫ് ലൈഫാണ്. പക്ഷേ നമ്മൾ സ്ട്രഗിൾസിനെ ഫൈറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്, അക്സെപ്റ്റ് ദം. അപ്പം നമ്മുടെ മനസ്സിലെ ആ സ്ട്രഗിൾ സ്വിച്ച് എപ്പോഴും ഓണാണ്. മീൻസ് നമ്മുടെ തോട്ട് പ്രോസസ് ഈസ് ദാറ്റ് ഐ ഹാവ് ടു സ്ട്രഗിൾ. അപ്പം നമ്മളെപ്പോഴും തിരക്ക് ഓപ്പോസിറ്റായിട്ട് നീന്താൻ നോക്കുക. പക്ഷേ ഒരു നിമിഷത്തിൽ ആ സ്ട്രഗിൾ സ്വിച്ചിനെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. തിര അടിച്ചോട്ടെ അല്ലെങ്കിൽ നദി ഒഴുകിക്കോട്ടെ, നമ്മൾ അതിൻ്റെ ദിശയിലേക്ക് അങ്ങ് ഒഴുകുക. ഡോണ്ട് സ്വിം അഗൈൻസ്റ്റ് ദ വേവ്, ജസ്റ്റ് ഫ്ലോ വിത്ത് ദ വേവ്. അപ്പം നമുക്ക് തോന്നുന്നു നമ്മുടെ സ്ട്രഗിളും കുറഞ്ഞു, നമ്മുടെ പ്രയാസം കുറഞ്ഞു, ബുദ്ധിമുട്ടും കുറഞ്ഞു. പ്ലസ് നമ്മുടെ ലൈഫ് നമ്മളെ ആ ഏറ്റവും ഒത്തൻറ്റിക് സെൽഫിലേക്ക് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. It's a proven thing. So stop struggling, learn to accept and learn to live. You'll be happy. ഈ ഡിപ്രഷൻ ഉള്ളത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വാക്കാണ്. ഒരുപാട് ആളുകളിൽ ഇപ്പോൾ ഡോക്ടറെ അടുത്തായാലും കൺസൾട്ട് ചെയ്യാൻ വരുന്ന പേഷ്യൻസ് മിക്കതും ഈ ഡിപ്രഷൻ എന്നുള്ളൊരു വേർഡ് കൊണ്ട് വരുന്നുണ്ടല്ലോ. എന്താണ് ശരിക്കും ഡിപ്രഷൻ എന്നുള്ളത്? ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ പേര് കയറി വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ പഴയ കാലത്തെ ആൾക്കാർ ഡയബറ്റീസും ബ്ലഡ് പ്രഷറൊക്കെ ഈ ലക്ഷറി ഡിസോർഡേഴ്സ് ആയിട്ട് കണ്ടെങ്കിൽ ഇന്ന് ഡിപ്രഷനും ADHD ഒക്കെയാണ് ആൾക്കാർ. എനിക്ക് ADHD ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് ഭയങ്കര ലക്ഷറീസ് ആയിട്ട് വന്നിരുന്ന് പറയുന്നവരൊക്കെയാണ്. അപ്പം പലപ്പോഴും ഇവർക്കൊക്കെ നമ്മൾ ഡിപ്രഷന് ടെസ്റ്റ് കൊടുത്താൽ പോലും അവരുടെ ടെസ്റ്റ് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ സിവിയർ ഡിപ്രസ്ഡ് ആയിട്ടേ വരത്തുള്ളൂ. അവരെല്ലാത്തിലും ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് ചെയ്യത്തുള്ളൂ, അറിഞ്ഞുകൊണ്ട് തന്നെ. ബിക്കോസ് ഐ വാണ്ട് ടു ബിലീവ് ദറ്റ് ഐ എം ഡിപ്രസ്ഡ് എന്ന് തോട്ട് പ്രോസസ് കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഐ വാണ്ട് ടു ബിലീവ് ദറ്റ് ഐ ഹാവ് ADHD. ഇപ്പം നമ്മൾ അവരോട് പറയും നിങ്ങൾക്കത് ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ദേ വിൽ നോട്ട് ബിലീവ്. ഇല്ല, ഡോക്ടർ ഒന്നുകൂടെ ഒന്ന് നോക്കിയെന്ന് പറയും. അപ്പം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പം ഞാനെപ്പോഴും പറഞ്ഞത് ഇതൊക്കെ ക്ലിനിക്കൽ ടേംസ് ആണ്. നമ്മളൊരു നോർമൽ വ്യക്തിയുടെ ഡിപ്രഷൻ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഹീസ് ഹോപ്പ്ലെസ്, ലൈഫിൽ എനിക്കൊരു ഹോപ്പുമില്ല, ലൈഫ് മീനിങ്ലെസ് ആണ്. അതായത് അസച്ച് ജീവിതത്തിനൊരു അർത്ഥമില്ല, അസച്ച് എനിക്ക് ജീവിതത്തിലേക്കൊരു പ്രതീക്ഷയില്ല എന്ന് തിങ്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നമ്മളെപ്പോഴും ഫിലോസഫിയിലൊക്കെ പറയും രണ്ട് കാര്യങ്ങളാണ് നമ്മളെ ജീവിച്ചിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്, ഹോപ്പ് ആൻഡ് ഡിസയർ. നമുക്ക് ജീവിച്ചിരിക്കാൻ, മുമ്പോട്ട് ജീവിക്കാനുള്ളൊരു പ്രതീക്ഷയും നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ വെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹം. അത് വെട്ടിപ്പിടിക്കുക എന്ന് വെച്ചാൽ ധനമാകാം, റിലേഷൻഷിപ്പ് ആകാം, നല്ലൊരു ലൈഫാകാം. ഹോപ്പും ഡിസയറും ഉള്ള വ്യക്തികളാണ്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ജീവിച്ചിരിക്കാൻ ഒരാഗ്രഹം ഉണ്ടാകത്തുള്ളൂ. ഡിപ്രഷനുള്ള വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ചിലർക്കൊക്കെ ഒരു സൂയിസൈഡൽ ടെൻഡൻസി കാണാം. ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തിങ്ക് ചെയ്യുന്ന വ്യക്തികൾ ഒത്തിരി, എസ്പെഷ്യലി ഡിപ്രഷനിൽ കണ്ടുവരാറുണ്ട്, എസ്പെഷ്യലി സിവിയർ ഡിപ്രഷൻ. അപ്പോൾ അവരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ മുമ്പോട്ട് ജീവിക്കാൻ ഒരു ഹോപ്പുമില്ല, അവർക്ക് ലൈഫിൽ ഒരു ഡിസയറും ഉണ്ടാവില്ല. പലപ്പോഴും ഡിപ്രഷൻ സിവിയറായിട്ടുള്ള ആൾക്കാർ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും അവർക്ക് പ്രയാസം, ബെഡിൽ തന്നെ കിടക്കുക, ലൈഫിൽ ഒരു കാര്യവും ചെയ്യാൻ അവർക്ക് ഒരു ഡിസയറും ഉണ്ടാവില്ല. സോ ഞാൻ പറഞ്ഞത് ഡിപ്രഷൻ മീൻസ് നത്തിങ് ബട്ട് ലൂസ് ഓഫ് ഹോപ്പ് ഇൻ ലൈഫ്, lack of desire in life, and feeling that life is meaningless.
എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് യാതൊരു അർത്ഥവുമില്ല, എനിക്കോ എൻ്റെ സമൂഹത്തിനോ എന്നെ കൊണ്ടൊരു ഗുണമില്ല, സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ഐ എം ഡെഡ് എന്ന് തിങ്ക് ചെയ്യുന്നതാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഡിപ്രഷനെ ഡെപ്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെ പല ടൈപ്പുണ്ട്. അപ്പോൾ ചിലർക്ക് വർഷങ്ങളായിട്ട് ഒരു അണ്ടർടോൺ പോലെ ഇങ്ങനെ ഇപ്പം പേഴ്സിസ്റ്റൻ്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്നൊക്കെ PDD എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ അവർക്കൊരു ഡിപ്രഷൻ ഉണ്ട്, പക്ഷെ അത് പുറത്ത് കാണില്ല, ബട്ട് ഇറ്റ് ഈസ് ലൈങ് അണ്ടർനീത്ത്. അത് വർഷങ്ങളായിട്ടുണ്ടാവും. ചിലർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ മേജർ ഡിപ്രസീവ് ഓർഡർ എന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടി വരുന്നതായിരിക്കും അവർക്ക്. മനസ്സിലായി. അപ്പം ചിലർക്ക് ഇപ്പം മറ്റേതെങ്കിലും അസുഖം ഉണ്ടോ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡിപ്രഷൻ ഉണ്ടാവും. സോ ഡിപ്രഷൻ നമുക്ക് പല രീതിയിൽ കാണാം. ബട്ട് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലാക്ക് ഓഫ് ഇൻറ്റൻറ്റ് ഇൻ ലൈഫ്, ഫീലിംഗ് ദാറ്റ് ലൈഫ് ഹാസ് കം ടു എ ഫുൾ സ്റ്റോപ്പ്, ഇനി മുമ്പോട്ട് ഐ ഹാവ് നത്തിങ് മച്ച് ടു ഡു. പ്ലസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് എന്നെ കൊണ്ടോ മറ്റുള്ളവരെ കണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാവിയെക്കുറിച്ചോ യാതൊരു പ്രതീക്ഷയുമില്ല. സോ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് ഐ എം ഡെഡ് ദാൻ ബീങ് അലൈവ്. ദാറ്റ്സ് ഡിപ്രഷൻ.